പ്രിയങ്ക ഗാന്ധി രണ്ടും കൽപ്പിച്ചാണ് ഇക്കുറി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. പറയാൻ കാരണം മറ്റൊന്നുമല്ല, BJP നേതാക്കളെയെല്ലാം കടന്നാക്രമിക്കുന്ന പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഓടി ഒളിക്കുകയാണ് BJP നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ BJPയുടെ തലതൊട്ടപ്പന്മാർ എല്ലാവരും തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നാവിന്റെ ചൂടറിഞ്ഞു കഴിഞ്ഞു. ശൈത്യകാല സമ്മേളനം ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ താരമായി പാർലമെന്റിൽ ഉദിച്ചു ഉയർന്നിരിക്കുന്നത് പ്രിയങ്ക തന്നെ. കോൺഗ്രസിനെ ആക്രമിക്കുമ്പോൾ മാത്രമല്ല, മറിച്ച് സഹോദരൻ രാഹുൽ ഗാന്ധിയെ വരെ BJPക്കാർ പരിഹസിക്കുമ്പോൾ തടയിടാൻ ചാടിയിറങ്ങുന്നുണ്ട് പ്രിയങ്ക. രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ യാത്ര വിവാദമാക്കുവാനാണ് BJPയുടെ ശ്രമം. എന്നാൽ അത് പ്രിയങ്കയുടെ മുന്നിൽ ഏറ്റതുപോലുമില്ല. പ്രതിപക്ഷ നേതാവെന്ന കടമ നിറവേറ്റുന്നതിന് പകരം വിദേശയാത്ര തിരഞ്ഞെടുക്കുന്ന രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണ് എന്ന BJP ദേശീയ വക്താവ് ഷഹദാസ് പുനാവാല പരിഹസിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഓരോ യാത്രയിലും രാഹുൽ വിദേശത്ത് വെച്ച് ഇന്ത്യ അവഹേളിക്കുകയാണെന്നും പുനാവാല എക്സിൽ കുറിച്ചു. ഇതോടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിയന്ത്രണം നഷ്ടമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോലി സമയത്തിന്റെ പകുതിയും രാജ്യത്തിന് പുറത്താണ് ചെലവഴിക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നാണ് പ്രിയങ്കയുടെ ചോദ്യം. ഇതോടെ BJPയുടെ നാവിറങ്ങിപ്പോയി. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ പൊതുജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് BJPയുടെ നയമെന്ന് മുതിർന്ന നേതാവ് ഗൗരവ് ഗഗോയ് കൂടി പറഞ്ഞതോടെ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. രാഹുലിനെ തൊടാൻ ഇനി BJP ഭയക്കും എന്ന് ഉറപ്പാണ്. കാരണം രാഹുലിന് കാവലായിട്ട് പാർലമെന്റിൽ പ്രിയങ്ക BJPക്ക് ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ പരിഹസിച്ച BJP പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, മറിച്ച് പര്യടൻ നേതാവാണ്. വിദേശ നായകൻ ഒരിക്കൽ കൂടി തനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യം ചെയ്യുന്നു. വിദേശ പര്യടനത്തിന് പോവുകയാണ്. ഡിസംബർ 19 വരെ പാർലമെന്റ് സമ്മേളനമുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഡിസംബർ 15 മുതൽ 20 വരെ ജർമ്മനി സന്ദർശിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ LOP ആണ്. അത് പക്ഷേ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, മറിച്ച് ലീഡർ ഓഫ് പര്യടൻ എന്നാണെന്നും BJP വക്താവ് ഷഹസാദ് പുനാവാല പരിഹസിക്കുകയായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയതിനെ പറ്റിയും BJP ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം ജംഗൽ സഫാരിയിലും രാഹുൽ പങ്കെടുത്തുവെന്നും BJP ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രിയങ്ക ഗാന്ധിയുടെ സംഹാര താണ്ഡവത്തിന് BJP സാക്ഷ്യം വഹിച്ചത്. മോദി തന്റെ പ്രവർത്തന സമയത്തിന്റെ പകുതിയോളം രാജ്യത്തിന് പുറത്താണ് ചെലവഴിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അവർ എന്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു? ഒരു പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ് രാഹുൽ ചെയ്യുന്നതെന്നും തടയാമെങ്കിൽ തടയൂ എന്നും പ്രിയങ്ക പറഞ്ഞതോടെയാണ് BJPയുടെ എക്സ് പോസ്റ്റുകൾ നിലച്ചത്. ഡിസംബർ 15 മുതൽ 20 വരെയാണ് രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ സന്ദർശനം. അവിടെ അദ്ദേഹം ഇന്ത്യൻ പ്രവാസിയുമായിട്ട് സംവദിക്കുകയും ജർമ്മൻ മന്ത്രിമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർപേഴ്സൺ സാം പിത്രോദയും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടാകും. ഇന്ത്യൻ കോൺഗ്രസ് ജർമ്മനി ഘടകം പ്രസിഡന്റ് ബൽവീന്ദർ സിംഗിന്റെ മേൽനോട്ടത്തിലാണ് പരിപാടി നടക്കുന്നത്. ആ പരിപാടിയെയാണ് BJP ഇപ്പോൾ ഇകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ പൂർവ്വ പിതാമഹനായ ജവഹർലാൽ നെഹ്റുവിനെ പരിഹസിച്ച പ്രധാനമന്ത്രി മോദിക്ക് കണക്കിന് പ്രിയങ്ക കൊടുത്തിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന കാലത്തോളം തന്നെ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക കത്തിക്കാറിയത്. മോദി 12 വർഷമായിട്ട് പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക പറയുകയാണ്. പിന്നീട് അദ്ദേഹം 17 വർഷം പ്രധാനമന്ത്രിയുമായി. ഇതൊന്നും കാണാതെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് അന്ന് മോദിയുടെ വായ പ്രിയങ്ക അടുപ്പിച്ചത്. ഇന്ന് രാഹുലിനെ തൊട്ടപ്പോഴും പതിവ് ശൈലിയിൽ കടന്ന് ആക്രമിക്കുന്ന പ്രിയങ്കയെ ഒരിക്കൽ കൂടി നമുക്ക് കാണാനായി.